അനദർ ഗോഡ് ലെവൽ പെർഫോമൻസ് ഫ്രം ദ ഗോട്ട്. കിടിലൻ ഒരു പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ ഭാഗത്തുനിന്ന്. എഗെയിൻ ആൾ തന്നെയായിരുന്നു മാൻ ഓഫ് ദ മാച്ച്. ആളുടെ ആ ഒരു ഫസ്റ്റ് ടച്ച് എടുത്തിട്ടുള്ള ഒരു ഫിനിഷിങ് അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു വേണമെങ്കിൽ പറയാം. പിന്നെ കാപ്പെ വെറുതെ റെസ്പെക്ട് ഏൺ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു ചെറിയ രാജ്യം ഇവിടെ വന്ന് അർജന്റീനക്കെതിരെ ഇത്രയും കിടിലൻ പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിൽ എക്സ്പെഷ്യലി അവരുടെ ആ ഒരു ഗോൾ കീപ്പറിന്റെ മികവൊക്കെ എടുത്ത് പറയണം. ആ ഒരു 3-2 ഒരു തോൽവിയാണ് അവർ വഴങ്ങിയത്. അത്രയും നേരം അവർ എക്സ്ട്രാ ടൈമിലും പിടിച്ചിട്ടു എന്നുള്ളതാണ്. സോ അവരൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. വൺസ് അഗെയിൻ ഗോട്ടിന്റെ കയ്യിൽ നിന്ന് വന്ന ആ ഒരു ഗോള്, ആളുടെ ആ ഒരു ഫസ്റ്റ് ടച്ച് എടുത്ത് പറയണം. ആ ഒരു എന്താ പറയാ, അത്രയും ബ്യൂട്ടിഫുൾ ഗോൾ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് വൺസ് അഗെയിൻ ആൾ ആ ഒരു ഗോട്ട് ലെവൽ പെർഫോമൻസ് ബാക്ക് ടു ബാക്ക് കാഴ്ചവെക്കുന്നുണ്ട്. ആളുടെ ത്രൂ പാസിംഗ് ആണെങ്കിലും ക്രിയേറ്റിവിറ്റി ആണെങ്കിലും ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ലിസാൻഡ്രോന്റെ വന്ന ആ ഒരു പാസ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആളുടെ ആ ഒരു ഫിനിഷിംഗ് ആണെങ്കിലും കളി സേവ് ചെയ്ത ആളാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പാസ് ആണെങ്കിലും ആ ഒരു ഗോൾ ആണെങ്കിലും ഇതുവരെ ഇതുപോലത്തെ ഒരു ബൂച്ചർ വേറെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ആളൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ബോൾസ് പ്ലേയിങ് CB ആണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പന്തിലുണ്ടായിരുന്ന ലിസാൻഡ്രോന്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി എന്താണെന്നുള്ളത് ഈ ഒരു ഗോളിൽ അർജന്റീന ഫാൻസ് എന്തായാലും ഒന്ന് വിറച്ചിട്ടുണ്ടാവും. കാരണം അങ്ങനത്തെ ഒരു കർവിങ് ഗോളായിരുന്നു. അവർ പതിയെ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു തോൽവിയിലേക്കാണെന്ന്. കാരണം അങ്ങനത്തെ ഒരു കിടിലൻ ഗോളായിരുന്നു. ആ ഒരു തിരിച്ചടിയാണെങ്കിലും റൊമേരോന്റെ അടിപൊളി ഒരു ഹെഡർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ആളുടെയും ഒരു ഗ്രേറ്റ് പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ എന്താ പറയാ, ഒരു കിടിലൻ ഗോളിലൂടെ തിരിച്ചു വന്നു. ഈ ഒരു പെർഫോമൻസ് ഗോളിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ഒരു പ്രൈം ബഫൂൺ ആയിരുന്നു ആളുടെ പെർഫോമൻസ്. മെസ്സിയുടെ ഈ ഒരു ഷോട്ട് ആണെങ്കിലും മെസ്സിയുടെ ഫ്രീ കിക്ക് ആണെങ്കിലും ആൾ കിടിലനായിട്ട് തന്നെ സേവ് ചെയ്തിട്ടിട്ടുണ്ട്. 41 വയസ്സിൽ ഇങ്ങനെയൊക്കെ സേവ് ചെയ്യണമെങ്കിൽ എന്താ പറയാ, ഒരു കിടിലൻ പെർഫോമറാണ് ആള്. അങ്ങനെ വൺസ് അഗൈൻ അടുത്തൊരു റൗണ്ട് ഓഫ് 16 ഒരു കിടിലൻ മാച്ച്, അല്ലെങ്കിൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു 16 ആണെന്ന് വേണമെങ്കിൽ പറയാം. റൗണ്ട് ഓഫ് 16 അത്രയും ഒരു കിടിലൻ മാച്ച് ആയിരിക്കും. ഒരു ഗോൾ പോലും സ്പെയിൻ ഇതുവരെ കൺസീഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ ആ ഒരു ബാക്ക് ലൈൻ നയിക്കുന്ന ഒരു സ്ഥിരത ഉണ്ട്, അതിപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. ഇത് തകർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അവർ ഇത്തിരി സീനാണ്. യമാലാണെങ്കിലും ആളുടെ പെർഫോമൻസ് നമ്മൾ കണ്ടാണ്. കൊണാട് ലെയ്മറിനെയൊക്കെ എടുത്ത് വലിച്ചു കീറിനായിരുന്ന ആള്. അത്രയും കിടിലൻ പെർഫോമൻസ് ആണ്. പക്ഷെ ആളെ തിളക്കാനായിട്ട് ഒരാൾക്ക് പറ്റും, അത് നമുക്കറിയാം. ആളത് കാഴ്ച വെച്ചിട്ടുണ്ട്. പക്ഷെ സ്പെയിൻ്റെ ഇപ്പോഴത്തെ ഒരു ഫോം എന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ ആ ഒരു സമനിലക്ക് ശേഷം എല്ലാവരും കിടിലൻ പെർഫോമൻസ് ആണ്. ഗോളുകൾ വരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നിശ്ചലമാക്കാൻ ഒരാൾക്ക് പറ്റും. നമ്മളത് പണ്ടും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് എന്തായാലും ഉണ്ടാവും അണ്ണന്റെ വക. ഈ ഒരു തോൽവിയിൽ നിന്നാണ് പോർച്ചുഗൽ എന്തായാലും ആ ഒരു പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയത്. നമ്മൾ കണ്ടാണ് ലാസ്റ്റുള്ള ആ ഒരു ഫൈനൽ മൊമെന്റ് ഒക്കെ. മോഡ്രിച്ച് ആണെങ്കിലും ആളൊരു വിരമിക്കലൊക്കെ പ്രഖ്യാപിച്ചു. അവരൊരു പണ്ടത്തെ ഈ ഒരു കോർഡിനേഷനൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറും ജോട്ടക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു അവസാന നിമിഷത്തിലെ ആ ഒരു ഗോളും മൊത്തത്തിലൊരു ത്രില്ലറാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ ഒരു ഓഫ് സൈഡ് സീനൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന്റെ പേരിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. ഫാൻസ് എല്ലാവരും തോക്കുമെന്ന് വിചാരിച്ചു. അതിനെതിരെയാണ് ഒരു പെനാൽറ്റി കിട്ടി. അവിടുന്ന് അണ്ണന്റെ ഒരു കിടിലൻ ഫിനിഷിങ്, അത് പുള്ളി ആഘോഷിച്ചു. പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഇനിയും കുറേം കൂടി വരാനുണ്ട്. ആ ഒരു ഫിനിഷിങ് ടച്ച് ആണെങ്കിലും അതിനുശേഷം ഗോൺസാലോ റാമോസിന്റെ വക ഒരു ഗോൾ ഉണ്ടായിരുന്നു. അതാണ് ആ ഒരു വിജയത്തിലേക്ക് വന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആളൊരു കിടിലൻ ഫിനിഷറാണ്. എന്താ പറയുക, ഒരു കിടിലൻ ഫിനിഷറാണെന്ന് വേണമെങ്കിൽ പറയാം. ജോട്ടക്ക് വേണ്ടി അങ്ങനെ ഒരു പ്രീ ക്വാർട്ടറിലേക്ക് കയറിയിട്ടുണ്ട് നിലവിൽ പോർച്ചുഗൽ.